മൂന്നാറിൽ പോകുന്ന ഒരുവിധം എല്ലാ ആളുകളും പോവാറുള്ളതാണ് ഇരവികുളം നാഷണൽ പാർക്ക്, വരയാടുകളുടെ ആവാസ കേന്ദ്രം. അതേപോലെ തന്നെ കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലെ ഇരച്ചിൽപ്പാറ വാട്ടർഫാള്. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാത്രിയിൽ കോഴിക്കോട് നിന്ന് 10:50 എടുക്കുന്ന മൂന്നാർ ബസ്സിനകത്ത് കയറിയിട്ട് 400 രൂപ ടിക്കറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ മൂന്നാറിലെത്തിയിട്ടുള്ളത്. ഇതാണ് മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ്. കാന്തല്ലൂരിലേക്കും അതേപോലെ തന്നെ മറയൂരും പിന്നെ ഉടുമൽപേട്ടയിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകൾ ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ട് നമുക്ക് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഫ്രണ്ടിൽ ഇറങ്ങാൻ പറ്റും. എന്തായാലും നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിനകത്താ. ഇതേ ഉടുമൽപേട്ടയിലേക്ക് പോകുന്ന ബസ്സാ. അങ്ങനെ ഇതാ 7:30 ആവുന്ന സമയത്ത് നമ്മളെ ബസ് ഇതാ എടുത്തു. അങ്ങനെ മൂന്നാർ ടൗണിലെത്തി. ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. മൂന്നാറിൽ നിന്നും ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് 8 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. മൂന്നാറിലെ ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ പോയാലും തേയിലത്തോട്ടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഈ ഒരു റൂട്ടും. തേയിലത്തോട്ടങ്ങളും അതേപോലെ തന്നെ ടീ ഫാക്ടറികളും ഒക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാൻ പറ്റും. കോഴിക്കോട് നിന്ന് വരുന്ന സമയത്ത് മഴ നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു മൂന്നാറിലെത്തിയ സമയത്ത് മഴയൊന്നുമില്ല. മൂന്നാറിൽ വരുന്ന ഒരുവിധം എല്ലാ ആളുകളും പോവാറുള്ളതാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ. ഇവിടെ ഒരുവിധം എല്ലാ ആളുകളും പോവാറുള്ളത് എന്തിനാണെന്നറിയോ? വരയാടുകളെ കാണാൻ വേണ്ടിയിട്ടാ. അതേപോലെ തന്നെ ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലെ ഒരു പ്രത്യേക ഭംഗിയാ. എല്ലാം ഞാൻ കാണിച്ചുതരാം. അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഇരവികുളം നാഷണൽ പാർക്കിന്റെ മുന്നിൽ ഇതാ ഇറങ്ങി. ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിന്റെ എൻട്രൻസ്. നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ട് വരികയാണെങ്കിൽ ഈ ഒരു റൂട്ടിന് നേരെ പോയിട്ടാണ് പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ആദ്യകാലത്തെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടുന്നായിരുന്നു ബസ്സിൽ കയറിയിട്ട് പോകേണ്ടത്. അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാ ഈ ഒരു റൂട്ടിൽ പോയിട്ട് ഇവിടുന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തും ഈ ഒരു സ്ഥലത്തേക്ക് വരാൻ പറ്റും. അല്ലാതെ ഇവിടെ വന്നാലും നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 150 രൂപ വരും. പിന്നെ സ്റ്റിൽ ക്യാമറ ഉണ്ടെങ്കിൽ 50 രൂപ കൊടുക്കണം. വീഡിയോ ക്യാമറ ഉണ്ടെങ്കിൽ 350 രൂപയും ചാർജ് വരും. അങ്ങനെയൊക്കെയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതാ ഇതിലെങ്ങനെ കടന്നിട്ട് വേണം ബസ്സിനടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ സമയം രാവിലെ 8 മണി മുതൽ 2 മണി വരെയാണ് നമുക്ക് ഇങ്ങോട്ട് എൻട്രി ഉള്ളത്. ഈ കാണുന്ന ബസ്സിനകത്താണ് നമുക്ക് പോകാനുള്ളത്. ഇവിടെ എത്തുന്ന സമയത്ത് 8:30 ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഒരു ബസ് മുകളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയമൊക്കെ കാത്തു നിന്നപ്പോഴേക്കും ഇതാ അത്യാവശ്യം ആളുകൾ വന്നു. പിന്നെ ശനിയും ഞായറും ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അത്രയ്ക്കും ആളുകളുണ്ടാവും. എന്തായാലും ബസ്സിൽ കയറിയിട്ട് ഇതാ മുന്നോട്ട് പോവാണ്. പോകുന്ന വഴിയിൽ തേയിലത്തോട്ടങ്ങൾ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളെ ഭംഗി കാണണമെങ്കിൽ ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വന്നാൽ മതി. ഒരാൾക്ക് 200 രൂപ കൊടുക്കുന്നില്ലേ? അതിനകത്ത് നമ്മളിപ്പം പോകുന്ന ഈ ബസ്സിന്റെ ചാർജും ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കണ്ണൻദേവൻ മലനിരകളാണ്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇത് കണ്ടോ, തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ. എന്തായാലും അവരെയൊക്കെ കണ്ട് നമ്മളിതാ നേരെ മുന്നിലേക്ക് പോവാണ്.
ഇവിടേക്ക് വരുന്ന ഒരുവിധം എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് വരയാടുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്കും വരയാടുകളെ കാണാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാം. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്ക്. ഈ ഒരു ദേശീയോദ്യാനെ 97 ചതുരശ്ര കിലോമീറ്റർ ഉണ്ട്. കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്കും ഇത് കണ്ടോ, ഒരു വാട്ടർഫാള്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു വലിയ പാറയില്ലേ, അതിൻ്റെ മുകളിൽ നിന്നും വരുന്ന വാട്ടർഫാളാണ്. അതിൻ്റെ എൻ്റെ എവിടെയാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും മുകളിൽ നിന്നാണ് ഈ ഒരു വാട്ടർഫാള് വരുന്നത്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ സ്ഥലത്തെത്തി. ഇവിടെ വരെയാണ് ബസ്സുകൾ വരിക. ഇവിടുന്ന് മുകളിലേക്ക് 1 കിലോമീറ്ററിനടുത്ത് ദൂരം നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, നമുക്ക് താഴത്തുനിന്ന് ബസ്സിൽ കയറിയിട്ട് ഈ ഒരു സ്ഥലത്തെത്താൻ പറ്റും. ഇവിടുന്ന് മുകളിലേക്ക് നമുക്ക് ബഗ്ഗി സർവീസ് ഉണ്ട്. 5 ആളുകൾക്ക് 7500 രൂപ വരും. എന്തായാലും നമ്മൾ നടന്നിട്ട് നേരെ മുകളിലേക്ക് പോവാണ്. ഈ പോകുന്ന റോട്ടിൽ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഏതൊരു സമയത്തും കോടമഞ്ഞും തണുപ്പും വെയിലും അതേപോലെ തന്നെ മഴയും ഒക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. സെക്കൻഡുകൾ വെച്ചിട്ട് ക്ലൈമറ്റ് മാറുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇത്. എന്തായാലും കയറ്റങ്ങളൊക്കെ കയറി നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. എന്തായാലും തേയിലത്തോട്ടങ്ങളും അതിനിടയിൽ തേയിലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ താമസിക്കുന്ന ലയങ്ങളും പിന്നെ ഇതാ ആ ഒരു പാറയുടെ മുകളിൽ മൊത്തമായിട്ട് വെള്ളച്ചാട്ടവും അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഈ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. ബസ് നിർത്തിയിട്ട് അവിടുന്ന് കയറാൻ തുടങ്ങിയില്ലേ റോഡിന്, അവിടുന്ന് ഇങ്ങോട്ട് റോഡിന്റെ 2 ഭാഗത്തും ഇതേപോലത്തെ വേലി കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കിട്ടുന്ന മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ വേലി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. ആ റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ടോ, അതിനുള്ളിലെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു കാവ്. അതൊക്കെ കണ്ട് മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ വീണ്ടും ഒരു കവാടം. ഈ ഒരു കവാടത്തിനുള്ളിലൂടെ ഒന്ന് പോയി നോക്കാം. ഒരു കാടിനുള്ളിലൂടെ നടക്കുന്ന ഒരു ഫീല്. അങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്കും ഇതാ ഈ ഒരു മരത്തിനടുത്തും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പാലം കടന്നിട്ട് ഇതാ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ചെടികളെല്ലാം എന്താണെന്നറിയോ? 12 വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ചെടിയാ ഈ കാണുന്നത് മൊത്തം. എന്തായാലും ഇനിയേ 2030 ആവണം ഇവിടെ നീലക്കുറിഞ്ഞി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് എന്തായാലും ഒന്ന് വരണം. വീണ്ടും ഒരു കവാടം, ഇതേപോലത്തെ കവാടവും അതേപോലെ തന്നെ ഇവിടുത്തെ വേലികളും ഒക്കെ കാണാനേ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബാ ഇതിലൊക്കെ നടക്കാനേ. ഈ താഴെ ഭാഗത്തേക്കൊക്കെ കാണുന്ന ചെടികൾ കണ്ടോ, ഇതെല്ലാം നീലക്കുറിഞ്ഞിയുടെ ചെടിയാ, ഒരുപാടുണ്ടേ. ഈ ഒരു വണ്ടി കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത് പ്രായമുള്ള ആളുകൾക്കും അതേപോലെ തന്നെ നടക്കാനാവാത്ത ആളുകൾക്കും ഒക്കെ വരാൻ പറ്റുന്ന ബഗ്ഗി സർവീസ്. ഇതിനകത്തെ 5 ആളുകൾക്ക് വരാം. ഇവിടുത്തെറ്റാണ് നമുക്ക് വരാൻ പറ്റുക. ഇവിടുന്ന് മുന്നോട്ടേ നമുക്ക് പോകാൻ പറ്റില്ല. ഇവിടെ വരുന്ന എല്ലാ ആളുകളും തിരയുന്നതേ വരയാടുകളെയാണ്. നമ്മളും കുറേ സമയമായി എല്ലാ ഭാഗത്തേക്കും നോക്കുന്നു. രാവിലെ നേരത്തെ വന്നാലെങ്കിലും വരയാടുകളെ കാണും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ വരുന്ന സമയത്തും ഈ ഒരു സമയമായിട്ടും ഒറ്റ വരയാടിനെ പോലും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഈ ഒരു പാറയുടെ മുകളിലൊക്കെയാണ് വരയാടുകൾ ഉണ്ടാവുക. ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി വരണം വരയാടുകൾ. എന്തായാലും വന്നതല്ലേ, വരയാടുകളെ കണ്ടിട്ട് തിരിച്ചു പോകാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും 1 മണിക്കൂറായി ഇവിടെ നിൽക്കുന്നു, വരയാടുകളൊന്നും വരുന്നത് കാണുന്നില്ല. ആ ഒരു മലയുടെ മുകളിൽ മൊത്തമായിട്ട് കോട മൂടിക്കിടക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനാണ് ഇരവികുളം നാഷണൽ പാർക്ക്.
കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനവും ഇത് തന്നെയാണ്. അതേപോലെ തന്നെ 1978 ഇത് സ്ഥാപിതമായത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടിയില്ലേ, അതെ ഈ ഒരു ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഉള്ളിലാണ്. അതിന്റെ ഉയരം വരുന്നത് 2695 അടിയാ. നമ്മളിപ്പം പോകുന്ന ഇരവികുളം നാഷണൽ പാർക്കിന് 2000 അടി ഉയരവും വരുന്നുണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് ഇവിടെ. വരയാടുകളുടെ പ്രജനന കാലമായ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഈ ഒരു സ്ഥലത്തേക്ക് ആളുകൾക്ക് പ്രവേശനമില്ല. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗമാണ് വരയാട്. നീലഗിരി താറ്. വരയാട് എന്ന് പറഞ്ഞാലേ, വര എന്ന് പറഞ്ഞാൽ തമിഴില് മല എന്നാണ് അർത്ഥം. 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങനെ കാത്തു നിന്നിട്ടൊന്നും വരയാടുകളെ കാണുന്നില്ല. എന്തായാലും പ്രതീക്ഷകളെല്ലാം പോയി നമ്മളിതാ താഴോട്ട് ഇറങ്ങുക. ആ ഒരു പാറയുടെ മുകളിൽ നിന്നൊക്കെയാ ശരിക്ക് വരയാടുകൾ ഇറങ്ങി വരേണ്ടത്. എല്ലാ സമയവും മുകളിലേക്ക് നോക്കിയിട്ടാണ് നടന്നിട്ട് പോകുന്നത്. ഈ ഒരു സ്ഥലത്തെ സമയം ഒരു പ്രശ്നമേ അല്ല. നമ്മൾ അവിടുന്ന് ബസ്സിൽ കയറിയിട്ട് ഈ ഒരു സ്ഥലത്ത് എത്തിയാലേ ഇവിടെ നമുക്ക് ചുറ്റിക്കറങ്ങിയിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ നിൽക്കാം. ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് താഴോട്ട് പോയാൽ മതി. എന്തായാലും ബസ്സിനകത്ത് ആളുകൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നോക്കിയ സമയത്താണ് ഇത് കണ്ടോ, ആ ഒരു മലയുടെ അങ്ങേ അറ്റത്തുനിന്നേ വരയാട് മെല്ലെ മെല്ലെ തല പൊന്തിച്ച് നോക്കുന്നത് കണ്ടോ. ഒന്നല്ല 2-3 എണ്ണം ഉണ്ട്. ഒരു വരയാടിന്റെ കുട്ടിയുണ്ട്. നമ്മളെന്തായാലും 1 കിലോമീറ്റർ നടന്നിട്ട് താഴത്തെത്തിയിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടെ മുകളിലേക്ക് തന്നെ കയറുക. എന്തായാലും നമ്മൾ വരയാടുകളെ കണ്ടിട്ടേ പോവും. എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് നോക്കുന്നത് കണ്ടോ. ഈ ഒരു മലയുടെ അങ്ങേ അറ്റത്തുനിന്ന് ടോപ്പ് നിന്നാണ് വരയാടുകൾ താഴെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇതേപോലത്തെ പാറകൾക്കിടയിലൊക്കെയാണ് ഇവരുണ്ടാവുക. എന്തായാലും ആ ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഒരു 2-3 കിലോമീറ്റർ എങ്കിലും ദൂരം വരും. എന്തായാലും ആളിതാ മെല്ലെ മെല്ലെ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. പാറയുടെ കളറും അതേപോലെ തന്നെ ഈ ഒരു വരയാടിന്റെ കളറും ഏകദേശം സെയിമാ. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കലേ വലിയ പാടാ. ഇത് കണ്ടോ, ആ ഒരു പാറയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നത് അതേ വരയാടാ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കായിരിക്കും. ഒന്നും നോക്കണ്ട, കുറേ സമയമായി ഇവിടെ കാത്തു നിൽക്കുന്നത്. ഒന്ന് താഴോട്ട് വരുമോ, ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. മലയുടെ മുകളിലും അതേപോലെ തന്നെ കുത്തനെയുള്ള പാറയുടെ മുകളിലും ഒക്കെയാണ് ഈ ഒരു വരയാടുകൾ ഉണ്ടാവാറുള്ളത്. വരയാടുകൾ പാവത്തന്മാരായതുകൊണ്ട് തന്നെ മറ്റു മൃഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇവരെ അറ്റാക്ക് ചെയ്യും. അവരിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഇവർ പാറയുടെ മുകളിലും അതേപോലെ തന്നെ പാറയുടെ എഡ്ജിലൂടെയൊക്കെ ഈ ഒരു വരയാടുകൾ നടക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് തന്നെ പേടിയാവും. അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും മറ്റു മൃഗങ്ങൾ വരാത്തതുകൊണ്ട് തന്നെ ഇവർ സേഫാ. എന്തായാലും 1/2 മണിക്കൂറിൻ്റെ മുകളിൽ വീണ്ടും ആയി കാത്തു നിൽക്കുന്നത്. ഇപ്പം താഴോട്ട് വരും, താഴോട്ട് എത്തുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. വരുന്ന വഴിയിൽ പുല്ലൊക്കെ തിന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്ന് റെസ്റ്റ് ചെയ്ത് അങ്ങനെയാ താഴോട്ട് ഇറങ്ങിയിട്ട് വരുന്നത്. ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്തെ ഇവരൊക്കെ താഴത്തെത്തുന്ന എനിക്ക് തോന്നുന്നത്. വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവരൊക്കെ ഈ ഒരു മല കയറിയിട്ട് പാറയുടെ മുകളിലേക്ക് തന്നെ പോകും. അവിടെയാണ് താമസവും ഉറക്കവും. പ്രജനന കാലത്തെല്ലാം ഇവർ ഇതേപോലത്തെ വലിയ പാറയുടെ മുകളിലൊക്കെയാണ് ഉണ്ടാവുക. എന്തായാലും ദൂരത്താണെങ്കിലും 2-3 മണിക്കൂർ കാത്തു നിന്നെങ്കിലും വരയാടുകളെ കാണാൻ പറ്റിയ സന്തോഷത്തിൽ നമ്മളിതാ താഴോട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മൾ റോട്ടിൽ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ ഇതാ എത്തി. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ ആലുവയിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ്. 11:30 ആവുന്ന സമയത്ത് മൂന്നാറിലെത്തും. 12 മണി ആവുന്ന സമയത്ത് അവിടുന്ന് എടുത്തിട്ട് വരുന്ന ബസ്സാണ് ഇത്. എന്തായാലും കാന്തല്ലൂരിലേക്ക് പോകുന്ന ബസ് തന്നെ കിട്ടിയതേ ഏതായാലും നന്നായി. അതെന്താണെന്നറിയോ, മറയൂരിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഇനി നമ്മൾ പോകാൻ പോകുന്ന വാട്ടർഫാൾ ഉള്ളത്, ഇരച്ചിൽപ്പാറ വാട്ടർഫാൾ. എന്തായാലും പോകുന്ന വഴിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ, ചില സ്ഥലങ്ങളിലെ ചില ഭാഗങ്ങളിലെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനേ വല്ലാത്തൊരു ഭംഗിയാണ്. അറിയാതെ നമ്മൾ അവിടെ കുറച്ച് സമയം നിന്നു പോകും.
ചന്ദനക്കാടുകൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുക. മറയൂർ എന്ന് കേട്ടാൽ മറയൂർ ചന്ദനവും അതേപോലെ തന്നെ മറയൂർ ശർക്കരയും ഒക്കെയല്ലേ ഓർമ്മ വരിക. എന്തായാലും ചന്ദനക്കാടൊക്കെ കടന്ന് മുന്നോട്ട് വന്നിതാ ഇതാണ് മറയൂർ ടൗണ്. ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോയിലും അതേപോലെ തന്നെ ജീപ്പിലും ഇരച്ചിൽപ്പാറ വാട്ടർഫാളിലേക്ക് പോകാൻ പറ്റും. ഈ റോഡ് നേരെ പോകുന്നത് ഉദുമൽപേട്ടയിലേക്കാണ്. ഉദുമൽപേട്ടയിലേക്കും അതേപോലെ തന്നെ കാന്തല്ലൂരിലേക്കും പിന്നെ വട്ടവടയിലേക്കും ഒക്കെ പോകുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ട്രിപ്പുകൾ നമ്മുടെ ചാനലുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. കാന്തല്ലൂർ റൂട്ടിലാണ് ഇപ്പം പോയിക്കൊണ്ടുള്ളത്. ഇറങ്ങി നമ്മൾ എത്തുന്നതേ കോവിൽക്കടവിലേക്കാണ്. ഈ പാലം കടന്നാലേ കാന്തല്ലൂർ അങ്ങ് തുടങ്ങുക. ഇതാണ് കോവിൽക്കടവ്. ഇവിടെ നിന്നുമാണ് നമുക്ക് ഇരച്ചിൽപ്പാറ വാട്ടർഫാളിലേക്ക് പോകേണ്ടത്. ഇനി നമ്മളെ ഈ ഒരു ഓട്ടോയിലാണ് വാട്ടർഫാളിനടുത്തേക്ക് പോകുന്നത്. ഈ ഒരു വാട്ടർഫാളിലെ എൻട്രി ഫീയും കാര്യങ്ങളും ഒന്നുമില്ല. മൂന്നാറിൽ നിന്നും 40 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് ഇരച്ചിൽപ്പാറ വാട്ടർഫാളിലേക്ക്. അതേപോലെ തന്നെ മറയൂരിൽ നിന്നാണെങ്കിൽ ഒരു 4 കിലോമീറ്ററിനടുത്തും ദൂരം വരും. നമ്മളിപ്പം പോകുന്ന കോവിൽക്കടവ് നിന്നാണെങ്കിൽ ഒരു 3 കിലോമീറ്ററിനടുത്ത് മാത്രമേ ദൂരം വരുന്നുള്ളൂ. കുറച്ച് മുന്നോട്ട് വന്നപ്പോഴെങ്കിലും ഇതേപോലത്തെ റോഡാ, നല്ല കോൺക്രീറ്റ് റോഡാ. വീതി വളരെ കുറവാ. ശരിക്കും പറഞ്ഞാൽ ഒരു കാറിന് പോകാൻ മാത്രം വീതിയുള്ള റോഡാ. അങ്ങേ അറ്റത്ത് ആ ഒരു മലയുടെ മുകളിൽ ചെറുതായിട്ടൊരു വാട്ടർഫാൾ കാണുന്നത് കണ്ടോ? അതാണ് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇതേപോലത്തെ ഇറക്കങ്ങളും പിന്നെ ഇതേപോലത്തെ കുത്തനെയുള്ള കയറ്റങ്ങളും ഒക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കയറ്റം കയറി വരുന്ന സമയത്തെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല അടിപൊളി ഒരു വ്യൂ കാണാനുണ്ട്. ഇതാണ് പാമ്പാർ നദി. കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളിലെ 3 കിഴക്കോട്ടാണ് ഒഴുകുന്നത്. അതിലെ പാമ്പാർ നദിയാ ഇത്. ഈ ഒരു സ്ഥലത്തേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ പോകുന്നുണ്ടെങ്കിലും അവിടെ പോയിട്ട് മെല്ലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങ് പോരാന്നല്ലാണ്ട് അവിടെ ഇറങ്ങിയിട്ട് കുളിക്കാൻ ഒന്നും നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കാല് വഴുതിയാലേ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. കാരണം അത്രയ്ക്കും വലിയ പാറക്കെട്ടുകളാണ്. എവിടെയാ പോയി ഇടിക്കുക, എന്താ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഓട്ടോയിൽ കുറച്ചും കൂടെ പോകാനുണ്ട്. അങ്ങനെ നമ്മളിതാ ഇരച്ചിൽപ്പാറ വാട്ടർഫാളിനടുത്ത് എത്തി. മഴക്കാലമൊക്കെ ആണെങ്കിലും നല്ല മഴയൊക്കെ ആണെങ്കിലും എന്താണെന്നറിയില്ല, വെള്ളം വളരെ കുറവാണ്. നല്ല പോലെ വെള്ളം ഉള്ള സമയത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ റോട്ടിൽ നിന്നാൽ തന്നെ നമ്മളൊന്ന് കുളിച്ചു പോകട്ടോ. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും. ഈ ഒരു സമയത്തൊക്കെ വെള്ളം കുറവായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് കുളിക്കാൻ പറ്റും. ഈ ഒരു ഇരച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലെ വെള്ളം നേരെ പാമ്പാർ നദിയിലേക്കാണ് പോകുന്നത്. എന്തായാലും നല്ല അടിപൊളി വാട്ടർഫാൾ ആണ്. ഈ ഒരു സമയത്ത് വെള്ളം കുറവായതുകൊണ്ടാണ് കുറച്ച് വൈബ് കുറവ്. എങ്കിലും വെള്ളമുള്ള സമയത്ത് ഈ ഒരു വാട്ടർഫാൾ അടിപൊളിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ റീൽസിലും അതേപോലെ തന്നെ ഷോർട്സിലും ഒക്കെ ഓരോരോ സ്ഥലങ്ങൾ കണ്ടിട്ടേ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകാറുണ്ട്. പക്ഷേ ആ ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്ന സമയത്തെ അതേപോലത്തെ ഒരു കാഴ്ചയും അവിടെ കാണാൻ പറ്റില്ല, അല്ലേ? അതേപോലെയാ ഇവിടുത്തെയും സ്ഥിതി. റീൽസൊക്കെ കണ്ട് നല്ല വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇതേപോലെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ.
ഈ ഒരു സ്ഥലവും ചുറ്റുപാടും എല്ലാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. KSRTC ബസ്സിനകത്ത് വരികയാണെങ്കിൽ നിങ്ങൾ മൂന്നാറിൽ നിന്നും കാന്തല്ലൂർ ബസ്സിനകത്ത് കയറിയിട്ട് കോവിൽക്കടവ് ഇറങ്ങുക. അവിടുന്ന് ഓട്ടോയിൽ നമുക്ക് ഈ ഒരു വാട്ടർഫാളിനടുത്തേക്ക് എത്താൻ പറ്റും. എന്തായാലും വാട്ടർഫാളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ അവിടെ നിന്നൊക്കെ വന്ന് നമ്മളിതാ കോവിൽക്കടവ് എത്തി. ഓട്ടോവിന് 120 രൂപയാണ് ആയിട്ടുള്ളത്. കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ കാന്തല്ലൂരിൽ നിന്നും 4 മണിക്ക് മൂന്നാറിലേക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്. ആ ഒരു ബസ്സിനകത്ത് കയറിയിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ രാത്രിയിൽ കോഴിക്കോടേക്ക് പോകുന്ന ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.